പോസ്റ്റർ കാണുമ്പോൾ വയലൻസിനെ ഇമ്പോർട്ടൻസ് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. പൊതുവെ ഇപ്പോൾ ഈ വയലൻസിനെതിരെയാണല്ലോ നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മുൻകൂട്ടൻ പോലും നാർക്കോട്ട് ഉപേക്ഷിച്ചു എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട്. വയലൻസ് ആണോ എന്താണ്? അല്ല, ഇത് വയലൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാറിപ്പോകുന്നതാണ്. അയാൾ നമ്മളിപ്പോൾ പോസ്റ്റർ കാണുന്ന പോലെ തന്നെ ഒരു ക്ലൈമാക്സിൻ്റെ ഒരു ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ്. പിന്നെ ഒരു കാട്ടിലേക്ക് എത്തുന്നു, അവിടെ പുള്ളിയുടെ സുഹൃത്ത് നഷ്ടപ്പെടുന്നു, അച്ഛൻ നഷ്ടപ്പെടുന്നു, ഒരു പേടി അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു മൃഗമായി തന്നെ മാറുന്നൊരു അതിലേക്ക് പോകണം. അത് അതിനൊരു സ്റ്റെപ്പായിട്ട് തന്നെ പോകുന്നത്. മനുഷ്യൻ എങ്ങനെ ഒരു ദേഷ്യം അയാൾക്ക് വന്നു വിടുന്നു, അത് ആ പ്രോപ്പർ വേയിൽ അത് പോകുന്നുണ്ടായില്ല. അല്ലാതെ ഇതിന് വേണ്ടിയായിട്ടുള്ള ഒരു പരിപാടിയിൽ എടുത്തിട്ടില്ല. ബ്രോ, ഇപ്പോൾ പോസ്റ്ററിൽ ഒത്തിരി മുറിവുകളും കാര്യങ്ങളും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക്. അപ്പം ആ സമയത്ത് അല്ലെങ്കിൽ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തു എന്ന് മീൻസ് ഈ ഫൈറ്റ് സീൻസ് ആയാലും സർവൈവൽ സീൻസ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ പരിപ്പുറത്തിനും പറ്റിയിരുന്നു, അല്ലെങ്കിൽ ഒത്തിരി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിരുന്നു? എനിക്ക് ഏറ്റവും ഭയങ്കര റിസ്ക് ആയിട്ടിരുന്നത് എനിക്ക് ഈ ഒരു കാല് മടങ്ങി അത് ഒരു ചാടി വന്ന് സ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു മടക്ക് വീണു, അതിലൊരു ഫ്രാക്ചർ വന്നതാണ്. പക്ഷെ നമുക്ക് ഫിലിം ഒരു ആ കാർഡ് നമുക്ക് ഇത്ര സമയത്തേക്കേ ഉള്ളൂ, ഒരു 3 ദിവസത്തേക്കും 4 ദിവസത്തേക്കും കൂടി ഉള്ളൂ ആ കാർഡ്. അപ്പം ഫിലിമിൽ പരിക്ക് പറ്റുന്നത് ഈ കാലം, ശരിക്കും പരിക്ക് പറ്റുന്നത് ഇപ്പോഴത്തെ കാലം. അപ്പം അതെനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസറിനോട് പറയുന്നുണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ചികിത്സക്കുള്ളത് ഇപ്പോഴും തരണം, കാലം വഴിയായിട്ടില്ല. അപ്പോൾ ഒരുപാടുണ്ട്, ഒരുപാട് നമുക്ക് ഡ്യൂപ്പൊന്നതിൽ അങ്ങനെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പറ്റിയിട്ടുണ്ട്, ഒരുപാട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള റിസൾട്ട് നമുക്ക് തിയേറ്ററിൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ബ്രോ ഇപ്പോൾ ഇത്ര നാൾ ചെയ്ത ക്യാരക്ടേഴ്സ് നോക്കുന്ന സമയത്ത് കുറച്ച് അർബൻ ക്യാരക്ടേഴ്സാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സിറ്റി ലൈഫിലൊക്കെ വരുന്ന ക്യാരക്ടേഴ്സാണ് ബ്രോ കൂടുതലും ചെയ്തിട്ടുള്ളത്. ഇത് നോക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ബ്രൂട്ടലായിട്ടുള്ളൊരു ക്യാരക്ടർ. അപ്പോൾ അതിലേക്കുള്ളൊരു പ്രിപ്പറേഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു? എത്രത്തോളം പ്രിപ്പയർ ചെയ്യേണ്ടി വന്നു? ഒന്നും ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അല്ല, ഒന്നുമില്ല. നമ്മളിപ്പോൾ സിറ്റി ലൈഫും ആ ഒരു ഗ്രാമം എന്ന് പറയുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ഗ്രാമത്തിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഇപ്പോൾ തൃശ്ശൂർ കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കണ്ടിട്ട് നമ്മൾ പ്രൊഡ്യൂസറായിട്ട് ഉള്ളിലേക്കല്ല കേട്ടോ. ഇതേപോലെ നമുക്ക് മുണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ നമ്മുടെ ക്യാരക്ടറിനോട് ചേഞ്ചും വന്നിട്ടില്ല, സെയിം അത് തന്നെ. പിന്നെ നമ്മൾ ഈ പടത്തിലൊരു പ്രശ്നം മൊബൈൽ കാര്യങ്ങൾ അങ്ങനെയൊന്നും നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല, അതൊരു പ്ലസ്. പിന്നെ തന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഒരു ക്യാരക്ടർ ആവാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഒരു പ്രിപ്പറേഷൻ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. നമ്മളൊരു ടീം വർക്ക് ആയതുകൊണ്ട് നമുക്ക് എന്താണ് ആ ഒരു സജഷൻ എനിക്കുണ്ടെങ്കിൽ അത് പറയാം, ഒരു ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാമെന്നുള്ളൊരു ഇതിൽ ഒരു മൂടനുസരിച്ച് ഞങ്ങൾ പോകുന്നുണ്ട്.